ഡിജിറ്റൽ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ അതേപോലെ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത്, ഫോം 42 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്താണ്, ആരൊക്കെയാണ് ഫോം 42 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്, TCക്ക് കാലാവധിയുണ്ടോ, ഡിഗ്രി PG അല്ലെങ്കിൽ മറ്റു കോഴ്സുകളുടെ TC നമുക്ക് DLEഡിന് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കാൻ കഴിയുമോ, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്താണ്, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കാലാവധി എത്രയാണ്, കോൺടാക്ട് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞതാണെങ്കിൽ എങ്ങനെയാണ് പുതിയ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാകുക, ഇന്റർവ്യൂ സമയത്ത് മറ്റെന്തൊക്കെ രേഖകളാണ് നാം ഹാജരാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ജനറൽ DLEഡ്, ലാംഗ്വേജ് DLEഡ്, മറ്റു വിദ്യാഭ്യാസ വാർത്തകൾ എന്നിവ കൃത്യമായി നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപേക്ഷ അയച്ച സമയത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അപേക്ഷ കഴിഞ്ഞിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നടക്കുന്നത് എന്നിവ നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ഒന്ന് പരിശോധിക്കുക. ഈ ചാനലിനെ കുറിച്ചും വീഡിയോകളെ കുറിച്ചുമുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡിജിറ്റൽ അക്കാദമിയിലേക്ക് സ്വാഗതം. ജനറൽ DLEഡിന്റെ അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് എന്നാണ് ആദ്യം തന്നെ പറയുന്നത്. SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, അഥവാ നിങ്ങൾക്ക് +2 സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ +2ന് തത്തുല്യമായി അംഗീകരിച്ച മറ്റു കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. NIOS ആയിട്ട് പാസ്സായവരാണെങ്കിൽ അവർ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് അവസാനം പഠിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള വിടുതൽ സർട്ടിഫിക്കറ്റ് അഥവാ TC ആണ്. ഈ TC നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മെയിൻ ലിസ്റ്റിലാണെങ്കിൽ മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി. വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് TC ഹാജരാക്കാൻ അഡ്മിഷൻ എടുത്തതിന് ശേഷം സമയം തരും. കാരണം വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് 100% ഉറപ്പ് പറയാൻ കഴിയില്ല. നമുക്കെന്നല്ല, DD ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് പോലും അത് കൃത്യമായിട്ട് ഉറപ്പ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റു കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികൾ TTCക്ക് അഡ്മിഷൻ, DLEഡിന് അഡ്മിഷൻ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ പോയി TC വാങ്ങിയിട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അതിനുള്ള സമയം അവർ തരുന്നതാണ്. അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മുഴുവൻ കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ അവിടെ നിങ്ങൾ ഡിഗ്രി അല്ലെങ്കിൽ മറ്റു കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ TC വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അവിടെ പ്രവേശിക്കാൻ സാധിക്കാതെ വരും. അപ്പോൾ നിങ്ങളുടെ ഒരു വർഷം നഷ്ടമാകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതിന് ശേഷം TC മതി എന്നുള്ള രീതിയിൽ തീരുമാനമെടുക്കുന്നത്. ചില ഘട്ടത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആളുകൾക്കും അഡ്മിഷൻ ലഭിക്കാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് TC ഇല്ലെങ്കിലും അഡ്മിഷൻ തരാറുണ്ട്. നിങ്ങൾ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ആ TCയുമായി നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ നേടിയത് ആ കോളേജിലേക്ക് പോയാൽ മതിയാവും. ആ കോളേജിൽ നിങ്ങളുടെ ഒറിജിനൽ TC അവിടെ കൊടുത്താൽ മതിയാവും. അഡ്മിഷന് യാതൊരുവിധ പ്രശ്നങ്ങളും നേരിടുന്നതല്ല. കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അഥവാ സ്വഭാവ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 6 മാസമാണ്. 6 മാസം കഴിഞ്ഞ് സ്വഭാവ സർട്ടിഫിക്കറ്റുകൾ പുതുക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് പുതുക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അതേപോലെ 6 മാസം കഴിഞ്ഞ് തൊട്ട് 7 മാസമായ സർട്ടിഫിക്കറ്റുകളൊന്നും അത് പൊതുവെ അവർ റിജക്ട് ചെയ്യാറില്ല, ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് 7 മാസമായതൊന്നും നിങ്ങൾ പുതുക്കിയെടുക്കേണ്ടതില്ല. എന്നാലും അതിൽ കൂടുതൽ ലേറ്റ് ആയ കോൺടാക്ട് സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ എന്തായാലും പുതുക്കിയെടുക്കുക. ചില കോളേജുകളിൽ നിന്ന് TCയും കോൺടാക്ട് സർട്ടിഫിക്കറ്റും ഒരുമിച്ചാണ് നൽകുക, പ്രത്യേകിച്ച് ഡിഗ്രി കോളേജുകളിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ കാലാവധി കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് തന്നെ മതിയാവും. സെപ്പറേറ്റ് ആയിട്ട് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല. കാലാവധി കഴിഞ്ഞ സ്വഭാവ സർട്ടിഫിക്കറ്റ് അഥവാ കോൺടാക്ട് സർട്ടിഫിക്കറ്റിന് പകരം ഹാജരാക്കാൻ കഴിയുന്ന കോൺടാക്ട് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് പ്രിന്റ് എടുക്കാം, അല്ലെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പേഴ്സണലായിട്ട് അയച്ചു തരുന്നതുമാണ്. ഈ ഒരു ഫോം പ്രിന്റ് ഔട്ട് എടുത്ത് ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചാൽ മതിയാകും. അതിന് പറ്റുന്ന ഗസറ്റഡ് ഓഫീസർ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഗസറ്റഡ് ഓഫീസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റാണ് ഇപ്പം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയും തസ്തികകൾ മാത്രമല്ല, ഇനിയും തസ്തികകളുണ്ട്. ഇതിലുള്ള ആരൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഗസറ്റഡ് ഓഫീസർ റാങ്കിലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് നിങ്ങൾ തൊട്ടു മുന്നേ കാണിച്ച ആ ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റിന്റെ ഫോം ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് വാങ്ങിയാൽ മതിയാവും. അത് നിങ്ങൾക്ക് കോൺടാക്ട് സർട്ടിഫിക്കറ്റിന് പകരമായിട്ട് ഉപയോഗിക്കാം. വിദ്യാഭ്യാസം ആവശ്യമായതുകൊണ്ട് തന്നെ ചില ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ സൈൻ ചെയ്ത് തരാറുണ്ട്. പക്ഷേ എല്ലാ ഉദ്യോഗസ്ഥർ അങ്ങനെ ചെയ്യാറില്ല. ഇൻ കേസ് അങ്ങനെ സൈൻ കിട്ടാതെ ആവുകയാണെങ്കിൽ അവർക്കും നിങ്ങൾക്കും കോമണായി പരിചയമുള്ള ഏതെങ്കിലും ആളെ കൊണ്ട് അവരോട് സംസാരിപ്പിച്ച് കഴിഞ്ഞാൽ പൊതുവെ സൈൻ ചെയ്ത് തരാറുണ്ട്. കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അഥവാ സ്വഭാവ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതിന് കൃത്യമായിട്ട് മറുപടി ലഭിക്കുന്നതാണ്. നമ്മൾ അടുത്തായിട്ട് ചർച്ച ചെയ്യുന്നത് TCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. TC അഥവാ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. TC നമുക്ക് ലഭിക്കുന്നത് നമ്മൾ അവസാനം പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നാണ്.
TCക്ക് വാലിഡിറ്റിയുടെ പ്രശ്നമില്ല. നിങ്ങൾ എപ്പോഴാണോ ലാസ്റ്റ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയത് അപ്പോൾ ഉള്ള TC നിങ്ങൾ സമർപ്പിച്ചാൽ മതിയാകും. അതൊരു വർഷം മുന്നെയോ 2 വർഷം മുന്നെയോ 5 വർഷം മുന്നെയോ എന്നുള്ള പ്രശ്നം TCക്കില്ല. TCക്ക് അതുകൊണ്ട് തന്നെ വാലിഡിറ്റി ഇല്ല. നിങ്ങൾ ലാസ്റ്റ് പഠിച്ച സ്ഥാപനത്തിലെ TC നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കിയാൽ മതിയാകും. ചില കുട്ടികളുടെ കേസിൽ ഡിഗ്രി കഴിഞ്ഞവരുണ്ടാവും, PG കഴിഞ്ഞവരുണ്ടാവും, മറ്റ് ഡിപ്ലോമ കഴിഞ്ഞവരുണ്ടാവും. അവരുടെയൊക്കെ കയ്യിൽ +2 TC അല്ല ഉണ്ടാവുക. മറ്റ് കോഴ്സുകൾ ഡിഗ്രി അല്ലെങ്കിൽ PG അല്ലെങ്കിൽ മറ്റ് ഡിപ്ലോമ കഴിഞ്ഞ അവിടെ നിന്ന് കിട്ടിയ TC ആണ് ഉണ്ടാവുക. നിങ്ങൾ ആ TC ഹാജരാക്കിയാൽ മതിയാകും. അല്ലാതെ +2 TC തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ ലാസ്റ്റ് പഠിച്ചിറങ്ങിയ കോളേജിലെ TC നിങ്ങൾ ഹാജരാക്കിയാൽ മതി. അത് ഡിഗ്രിയുടേതാണെങ്കിലും PGയുടെ ആണെങ്കിലും മറ്റ് ഡിപ്ലോമ കോഴ്സിന്റെ ആണെങ്കിലും യാതൊരുവിധ പ്രശ്നവുമില്ല. ഇനി അടുത്തായിട്ട് പറയുന്നത് എന്താണ് ഫോം 42 മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ആരൊക്കെയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് എന്നുള്ളതാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. DLED അഡ്മിഷൻ നേടുന്ന എല്ലാ വിദ്യാർത്ഥികളും ഫോം 42 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് ഇളവ് ലഭിക്കുന്നത് PWD കാറ്റഗറി അഥവാ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് മാത്രമാണ്. അവർ മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും. അല്ലാതെ എല്ലാ വിദ്യാർത്ഥികളും ഫോം 42 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തായിട്ട് എങ്ങനെയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത്, ആരാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ സൈൻ ചെയ്ത് തരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് വേണം നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് വാങ്ങാൻ വേണ്ടിയിട്ട്. അല്ലാത്ത ഡോക്ടർമാരാണെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വീണ്ടും മാറ്റി എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സൈൻ ചെയ്ത് വാങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കുക അസിസ്റ്റന്റ് സർജൻ റാങ്കിലുള്ള ഡോക്ടർ ഏതാണ്, അവരുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ വാങ്ങേണ്ടത്. അതേപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ തന്നെ ആയിരിക്കണം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് ഫോം 42 മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ PDF ഫോർമാറ്റ് ആണ്. ഈ ഒരു ഫോർമാറ്റ് ആണ് നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് സർജൻ റാങ്കിലുള്ള ഡോക്ടറെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങേണ്ടത്. കൃത്യമായ എല്ലാ കാര്യങ്ങളും ഡോക്ടർ തന്നെ പൂരിപ്പിക്കും. നിങ്ങൾ ഒരു കാര്യവും പൂരിപ്പിച്ച് കൊണ്ടുപോകേണ്ടതില്ല. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഫോം പ്രിന്റ് ഔട്ട് എടുത്തതും അതേപോലെ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി പ്രൂഫും ഉണ്ടായിരുന്നാൽ മതി. ഫോം 42 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് 2 തരത്തിലുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് ഏതെങ്കിലും അസിസ്റ്റന്റ് സർജൻ റാങ്കിലുള്ള ഡോക്ടറെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിച്ചാൽ മതിയാകും. ഫോം 42 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രം ഉണ്ടാക്കിയാൽ മതി. റാങ്ക് ലിസ്റ്റിനകത്ത് മെയിൻ ലിസ്റ്റിലാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി തന്നെ ഉണ്ടാക്കി വെക്കുക. വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഹാജരാക്കിയാൽ മതിയാകും. ഫോം 42 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ ചാർജ് ഈടാക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ആ ഒരു പൈസ നഷ്ടമാകണ്ട എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന് ശേഷം മാത്രം ഈ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്നത്. ഇൻ കേസ് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ ചെയ്യുന്ന ടെസ്റ്റുകളും അതേപോലെ എടുത്തു വയ്ക്കുന്ന ഫോം 42 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെറുതെ ആവും. മാനേജ്മെന്റ് സീറ്റിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിലും നിങ്ങൾ ഫോം 42 മെഡിക്കൽ സർട്ടിഫിക്കറ്റും അതേപോലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് TC മറ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ TC നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ അവസാനം പഠിച്ചത് ആ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് TCക്ക് അപേക്ഷ കൊടുക്കുക. പെട്ടെന്ന് തന്നെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് TCക്ക് അപേക്ഷ കൊടുക്കുക. ഇന്റർവ്യൂ സമയത്ത് ജാതി സർട്ടിഫിക്കറ്റ്, NCL, EWS സർട്ടിഫിക്കറ്റ്, NCC സർട്ടിഫിക്കറ്റ് തുടങ്ങിയ എല്ലാ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഭിന്നശേഷിക്കാരാണെങ്കിൽ 40% മേലെ ഭിന്നശേഷി ഉണ്ട് എന്ന് കാണിക്കുന്ന മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്ത സർട്ടിഫിക്കറ്റ്, അതേപോലെ ജവാൻ റിലേറ്റീവ് ആണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയും ഇന്റർവ്യൂ സമയത്ത് കൃത്യമായിട്ട് ഹാജരാക്കേണ്ടതുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ ബോക്സിൽ രേഖപ്പെടുത്തുക.